വെട്ടത്ത് പുതിയങ്ങാടി യാഹൂം തങ്ങളുടെ 181-ാമത് ആണ്ട് നേർച്ച നാളെയും മറ്റന്നാളും സഫർ 22-23 ആഗസ്റ്റ് 15-16 തീയതികളിൽ വെട്ടത്ത് പുതിയങ്ങാടിയിൽ ജാറത്തിന് സമീപം നടക്കുകയാണ്. പ്രത്യേകം ക്രമീകരിച്ച പന്തലിലാണ് അന്നദാന വിതരണം നടക്കുക. ആ അന്നദാന വിതരണത്തിനുള്ള അരിയുമായി വരുന്ന വാഹനത്തെയാണ്, ലോറിയെയാണ് നിങ്ങൾ കാണുന്നത്. ക്വിൻ്റൽ കണക്കിന് അരി കൊണ്ട് പാകം ചെയ്യുന്ന ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി വിശ്വാസികളായ നൂറുകണക്കിന് ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നത്. നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ പരിപാടിയിലും ബഹുജന പങ്കാളിത്തം പ്രതീക്ഷിക്കുകയാണ് ഈ മുത്തവല്ലിയും വഖഫ് ബോർഡും. ജാറത്തിൻ്റെ മേൽനോട്ടവും നടത്തിപ്പും ഇപ്പോൾ കേരള വഖഫ് ബോർഡിൻ്റെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ ആണ്ട് നേർച്ചയും പരിപാടികളുമെല്ലാം നടത്തപ്പെടുന്നത് വഖഫ് ബോർഡിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ്. വഖഫ് ബോർഡ് ജാറം ഏറ്റെടുത്തതിന് ശേഷം രാത്രി മൗലൂദിന് വേണ്ടി തയ്യാറാകുന്ന ചീരണി എന്ന് പറയുന്നത് 1 കിൻഡൽ കൊണ്ട് പാകം ചെയ്യുന്ന ബിരിയാണി ആയിരുന്നെങ്കിൽ ഇന്നത് 3 കിൻഡൽ കൊണ്ടാണ് നാളത്തെ മൗലൂദിന് ശേഷമുള്ള അന്നദാനം വിതരണം ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസം ആഗസ്റ്റ് 16-ാം തീയതി രാവിലെ 6 മണി മുതൽ 12 മണി വരെ വിതരണം ചെയ്യുന്നത് 120ഓളം ഭക്ഷ്യ വിതരണമാണ്. വെട്ടത്ത് പുതിയങ്ങാടി യാഹൂം തങ്ങളുടെ 181-ാം ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും നടക്കുന്ന വിപുലമായ പരിപാടികളെക്കുറിച്ച് വെട്ടത്ത് യാഹൂം തങ്ങൾ ജാറം ഇന്ത്യൻ മുത്തവല്ലി ബഹുമാന്യനായ നൗഫൽ സാഹിബ് പൊന്നാനി നിങ്ങളോട് കാര്യങ്ങളെ വിശദീകരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പറയൂ, നാളത്തെയും മറ്റന്നാളത്തെയും പരിപാടി എങ്ങനെയാണ്? നാളെ ഇശാ നമസ്കാരത്തിന് ശേഷം ദുആ മജ്ലിസോട് കൂടി പരിപാടി ആരംഭിക്കും. മറ്റന്നാൾ പുലർച്ചെ 6 മണിക്ക് അന്നദാനം തുടങ്ങും. ശനിയാഴ്ച നമസ്കാര ശേഷം വീണ്ടും ഒരു ദുആയോട് കൂടി പരിപാടി സമാപനം. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ജാറത്തിലെ വരുമാനം 5 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലാണ്. ഓരോ കൊല്ലവും വിപുലമായ രീതിയിലാണ് അന്നദാനം നടത്തി യാഹൂം തങ്ങളുടെ ആണ്ട് അനുസ്മരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ജാറത്തിൻ്റെ മുത്തവല്ലിയാണ് ബഹുമാനപ്പെട്ട നൗഫൽ സാഹിബ് പൊന്നാനി. അദ്ദേഹമാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്. നാളെയും മറ്റന്നാളുമുള്ള മഹത്തായ പരിപാടിയിലേക്ക് നിങ്ങളെയൊക്കെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നാളെ മുത്തവല്ലി പറഞ്ഞതുപോലെ ഇശാ നമസ്കാരത്തിന് ശേഷം മൗലൂദും, പിറ്റന്നാൾ 6 മണി മുതൽ 12 മണി വരെ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുവേണ്ടി തയ്യാർ ചെയ്ത നെയ്യ്, അരികൾ എല്ലാമാണ് നിങ്ങൾ കാണുന്നത്.